തിയോഫ്നി ഗെയിം ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്റെ ഏറിയ അപരാധമെല്ലാം പൊറുക്കുവാനും. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ. നമ്മളുടെ സകല അപരാധങ്ങളും പുറത്ത് ദൈവത്തിന്റെ മഹത്വം ഘോഷിക്കുവാനുള്ള യോഗ്യത ഈ പ്രോഗ്രാമിന് നമുക്ക് ദൈവം നൽകട്ടെ. തിയോഫ്നി ഗെയിം ഷോ, ഇത്തിരി നേരം ഒത്തിരി ചിന്ത. തിയോഫ്നി ഗെയിം ഷോയിലേക്ക് നമ്മൾ കടക്കും മുമ്പ് നമ്മുടെ ടീം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. വെസ്റ്റ് ചാലക്കുടി നിത്യസഹായ മാതാ ചർച്ചിൽ നിന്ന് വരുന്ന ജെനിൻ ഡേവിസ് ആൻഡ് ജോൺ പോൾ. നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് അവരെ കൈയടിച്ച് സ്വാഗതം ചെയ്യാം. കാഞ്ഞിരപ്പള്ളി എലംകുളം സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് വരുന്ന ട്രീസ മരിയ ആൻഡ് ആനി മരിയം ബിജു. നമുക്ക് കൈയടിച്ച് അവരെ നമ്മുടെ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. വൈക്കം ഉല്ലാല സെന്റ് ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്ന് വരുന്ന സാൻഡ്ര സാബു ആൻഡ് സാവിയോ സാബു. നമുക്ക് അവരെ നമ്മുടെ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹാപ്പിയാണോ എല്ലാവരും? ജെനിൻ, സ്മാർട്ടായിട്ട് നിങ്ങൾ ഒത്തിരി ഒരുങ്ങിയാണ് ഈ തിയോഫ്നി ഗെയിം ഷോ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. ആണോ ട്രീസ മരിയ? അപ്പോൾ നിങ്ങൾ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയാണ് ഒരുങ്ങിയത് ജോണെ? പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് പിന്നെ ഓരോന്ന് പഠിച്ചൊക്കെ. ഏതാണ് പഠിച്ച ഒരു ദൈവവചനം? 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ഡെന്നിനെ? ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. പ്രഭാഷകൻ 5:5. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. ട്രീസ? യോഹന്നാൻ 3:30 അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ആനി മരിയം? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആരാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സാന്ദ്ര? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ എത്തുന്നു, എനിക്ക് സഹായം എവിടുന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. സങ്കീർത്തനം 121. സാവിയോ? പർവ്വതങ്ങളിൽ ഞാൻ കണ്ണുകൾ എത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം കർത്താവിൽ നിന്ന് വരും, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. സെയിം വചനം. ഓക്കെ, എന്തായാലും നിങ്ങള് വചനമെല്ലാം വായിച്ചിട്ടുണ്ട് അല്ലെ? ദൈവവചനം വായിച്ചിട്ടുണ്ടോ? അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം? സാവിയോ, ബൈബിൾ വായിച്ചപ്പോൾ ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതാ? ജോഷുവ. എന്താണ് ജോഷുവിന് ഇഷ്ടപ്പെടാൻ കാരണം? ജോഷുവ ഇസ്രായേൽ ജനത്തെ നേതൃത്വം നൽകി, ഇസ്രായേൽ ജനത്തെ കുറെ നാടുകൾ പിടിച്ചിറക്കി കാനാൻ ദേശത്തെ സ്വന്തമാക്കുകയും ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്തുകൊണ്ട് മോസസിന് ഇഷ്ടമല്ല? മോസസ് ഇഷ്ടമല്ല, മോസസ് എല്ലാരും നിയന്ത്രിച്ച് പർവ്വതങ്ങളിൽ അവിടം വരെ എത്തിയിട്ടുള്ളൂ. അവിടെ നിന്ന് ദൈവജനത്തെ കാനാൻ ദേശത്ത് കാണാൻ മാത്രമേ മോശയ്ക്ക് പറ്റുള്ളൂ. അപ്പോ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് മോസസിന്റെ കൂടെ നിൽക്കുകയും അവരെ പല നാടുകളോടും പടപൊരുതി കാനാൻ ദേശത്ത് എത്തിക്കുകയും ചെയ്ത ജോഷുവിനെ ഇഷ്ടപ്പെടണം അല്ലേ? ആടെ നല്ല കാര്യം. ജോണിന? സഖ്യവൂസ്. എന്തുകൊണ്ട്? ആള് ദൈവത്തെ കാണാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. ദൈവത്തെ ഒത്തിരി കാണാൻ ആഗ്രഹിച്ചു. തിയോഫ്നി എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? അപ്പിയറൻസ് ഓഫ് ഗോഡ്. Appearance of God. And you have to experience that appearance. അല്ലേ? ദൈവത്തിന്റെ ദർശനമാണ്, ഈശ്വര ദർശനമാണ് തിയോഫ്നി. സഖ്യവൂസിന് ഇഷ്ടപ്പെടാൻ ജോണിന് കാരണം പറഞ്ഞത് സഖ്യവൂസിന്റെ തീഷ്ണതയോടുകൂടിയുള്ള ആഗ്രഹം, ദൈവത്തെ കാണാനുള്ള ആഗ്രഹം. മരിയൻ ട്രീസ, ആരെയാണ് ഇഷ്ടം? എനിക്ക് സാവൂൾ, വിശുദ്ധ പൗലോസ്. എന്തുകൊണ്ട് വിശുദ്ധ പൗലോസ്?
ഈ യൂതന്മാരുടെ കൂടെ ചേർന്ന് ക്രിസ്ത്യാനികളെ വളരെയേറെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഉപദ്രവിച്ചതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, എങ്കിലും ദൈവത്തിന്റെ തന്നിലൂടെ നേടാനുള്ള കാര്യം എന്തെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി വളരെയേറെ പ്രവർത്തിച്ചു. തന്റെ വിശ്വാസത്തിൽ തീഷ്ണതയോടെ നിലനിന്ന ആളാണ് സാവൂൾ. അതുവരെയുള്ള കർത്താവിന്റെ ദർശനത്തിന് മുമ്പ് വരെയുള്ള സാവൂളിന്റെ വിശ്വാസം വേറെയായിരുന്നു. ആ വിശ്വാസത്തിൽ അടിയുറച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം യഹൂദരുടെ വിശ്വാസം അനുസരിച്ച് അവന് ക്രിസ്ത്യാനികളിൽ വിശ്വാസമുണ്ടായിരുന്നില്ല, ക്രിസ്തുവിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. ക്രിസ്തു ദർശനം കിട്ടിയതിനു ശേഷം അവൻ 100% ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ട, ക്രിസ്തുവിന്റെ വിജാതീയരുടെ അപ്പസ്തോലനായി മാറിയ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശിഷ്യനായി മാറി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ 3 കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾ ഒത്തിരി ഒരുങ്ങി ബൈബിളിനെ കുറിച്ച് ഒത്തിരി പഠിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്, കഥാപാത്രങ്ങളെ കുറിച്ച്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് നമ്മളുടെ എപ്പിസോഡിലേക്ക് കടക്കാം, നമ്മൾ ഗെയിമുകളിലേക്ക് കടക്കാം. തിയോഫ്നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 1. ലെവൽ 1 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെവലാണ്. നിങ്ങളിപ്പോ ഞാൻ സാവിയോട് ചോദിച്ചപ്പോ സാവിയോ ജോഷുവ എന്ന കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു. ജോൺ പറഞ്ഞത് സക്കേവൂസ് എന്ന കഥാപാത്രമായിരുന്നു. മരിയ പറഞ്ഞത് ആരായിരുന്നു? സാവൂളായിരുന്നു. സെന്റ് പോൾ എന്ന സാവൂളിനെയാണ്. സോ നമ്മളുടെ ഈ റൗണ്ട്, ആദ്യത്തെ റൗണ്ട്, നമ്മള് ഈ റൗണ്ടിനെ പറയുന്ന പേര് ക്ലൂ റൗണ്ട് എന്നാണ്. കാരണം നിങ്ങൾക്ക് ഒരു കഥാപാത്രത്തെക്കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ ക്ലൂ തരും. ആ ക്ലൂവിൽ നിന്ന് നിങ്ങൾ ഈ കഥാപാത്രത്തെ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഈ ആദ്യത്തെ ക്ലൂ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഥാപാത്രത്തെ മനസ്സിലായി എങ്കിൽ നിങ്ങൾക്ക് കൈവക്കാം. ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉത്തരം പറയുക. കാരണം നിങ്ങളുടെ ഉത്തരം തെറ്റായ പിന്നെ ആ റൗണ്ടിൽ നിങ്ങൾക്ക് വീണ്ടും പങ്കെടുക്കാൻ പറ്റില്ല. അതാണ്. ഓക്കെ, റെഡിയാണോ? റെഡി? ഫസ്റ്റ് ക്ലൂ. എന്റെ പിതാവ് ജെസ്സയാണ്. ജെസ്സയാണ് എന്റെ പിതാവ്. ആളെ പരിചയമുണ്ടാ? നമ്മുടെ ഇവിടെ ചായക്കട നടത്തുന്ന ചേട്ടനാണ്? അല്ല, ജെസ്സയാണ് എന്റെ പിതാവ്. രണ്ടാമത്തെ ക്ലൂ. ഞാൻ ഇസ്രായേലിലെ ഒരു രാജാവായിരുന്നു. സാവിയോ, ഇനി സ്റ്റോപ്പ്. ലെനിൻ. മൂന്നാമത്തെ ക്ലൂ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാനൊരു ആട്ടിടയനായിരുന്നു. അറിയാമെങ്കിൽ കൈവക്കാം. ഉറപ്പുണ്ടെങ്കിൽ മാത്രം. സാന്ദ്ര, എനിജാൻ, ലെനിൻ, ജോൺ, മരിയ. ഓക്കെ, നാലാമത്തെ ക്ലൂ. സോളമൻ എന്റെ പുത്രനാണ്. കൈവക്കാം, അറിയാമെങ്കിൽ കൈവക്കാം. സോളമൻ എന്റെ പുത്രനാണ്. ഓക്കെ, ഉത്തരം പറ. ദാവീദ്. നമുക്ക് നോക്കാം. അടുത്ത ക്ലൂ കൂടെ ശ്രദ്ധിക്കാം നിങ്ങൾക്ക്. സങ്കീർത്തനങ്ങളുടെ പ്രധാന രചയിതാവ് ഞാനാണ്. എന്താണ്? ദാവീദ് തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഐഡിയ കിട്ടിയില്ല? ഒന്നുകൂടെ എല്ലാ ക്ലൂസും ഞാൻ പറയാം. ജെസ്സെ ആണ് എന്റെ പിതാവ്. ഞാൻ ഇസ്രായേലിലെ ഒരു രാജാവായിരുന്നു. ഞാനൊരു ആട്ടിടയനായിരുന്നു. സോളമൻ എന്റെ പുത്രനാണ്. സങ്കീർത്തനങ്ങളുടെ പ്രധാന രചയിതാവ് ഞാനാണ്. അപ്പൊ ആരാണ്? ദാവീദ്. ഓക്കെ, അപ്പോൾ ഈ ലെവൽ അവസാനിക്കുമ്പോ ടീം സി ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഉത്തരം പറഞ്ഞ ആളാണ്, അയാൾക്കാണ് പോയിന്റ് ലഭിക്കുക. ടീം സി വിജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. ടീം സി ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ് 50 പോയിന്റ്സ് ആണ്. നിങ്ങൾ
ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണോ? എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. ഓക്കെ, 50 പോയിന്റ്സ് അങ്ങനെ നേടിയപ്പോൾ സാവിയോ, സാൻഡ്ര ഹാപ്പിയാണ്? ആ ചിരി കണ്ടാ മതി. സാവിയോ എത്രയിലാണ്? 7ലായി. 7ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഡിസ്യൂസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വൈക്കം. വൈക്കം. സാൻഡ്ര? സെന്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂൾ, വൈക്കം. വൈക്കത്തന്നെ. സാൻഡ്ര 5ാം ക്ലാസ്സിലാണ്? 9ാം ക്ലാസ്സിൽ. 9ലാണ്. 9ലും 7ലും നിങ്ങളെ ചേച്ചിയും അനിയനുമാണ് അല്ലേ? എന്താണ് ദൈവം തന്നിട്ടുള്ള, സാവിയോക്ക് തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ്? നന്നായിട്ട് ചിരിക്കാനുള്ള കഴിവ്. അല്ല, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ കഴിവ് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ പറ്റും? പറ്റും. വെരി ഗുഡ്. പിന്നെ തന്നിട്ടുള്ള കഴിവ് എന്താണ്? പിന്നെ എനിക്ക് കുറെ പ്രസംഗം പറയാനൊക്കെ കഴിവ് വന്നിട്ടുണ്ട്. പിന്നെ കഥ എഴുതാറുണ്ട്. ആ, ഭാവിയിൽ ആരായി തീരണമെന്നാണ് സാവിയോന്റെ ആഗ്രഹം? എനിക്ക് ഡൊമിനിക് സാവിയെ പോലെ വിശുദ്ധനാകണം എന്നാഗ്രഹം? അങ്ങനെയല്ല, എനിക്ക് ബാലിജീവി പോയി അച്ഛൻ മിഷണറി പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹം. മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ഒരു വൈദികനാകണം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുള്ള എല്ലാ കഴിവും തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. നന്നായിട്ട് കഥകളൊക്കെ പറയുമ്പോഴാണ് ആളുകൾക്ക്, ഈശോയും പണ്ട് പറഞ്ഞിരുന്നത് അങ്ങനെയല്ലേ, ചെറിയ ചെറിയ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് പ്രസംഗിച്ചിരുന്നത്. അപ്പൊ ചെറിയ കഥകളൊക്കെ എഴുതാനും പറയാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അപ്പോ ദൈവം അനുഗ്രഹിക്കും, ഒത്തിരി അനുഗ്രഹിക്കും. സാന്ദ്ര, എന്താണ് സാന്ദ്രക്ക് ഈശോ നൽകിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ്? പാട്ട് പാടാൻ. പാട്ട് പാടും? പഠിക്കാൻ. പഠിക്കാൻ. പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിയാലോ? 4 വരി. റെഡിയാണോ? ഉയിരിന്റെ ഉയിരാണെന്നേശു, ജീവന്റെ ജീവനാണേശു. ഉയിരിന്റെ ഉയിരാണെന്നേശു, ജീവന്റെ ജീവനാണേശു. യേശുവേ നീ എൻ സ്വന്തം, യേശുവേ നീ എൻ സ്വന്തം. വാ, സാവ്യ എഴുതിയ പാട്ടാണോ? ഓക്കെ. സാൻഡ്രയുടെ സ്വപ്നം എന്താണ്? നേവി ഓഫീസർ. നേവി ഓഫീസർ ആവുമ്പോൾ ഒത്തിരി അത്ലറ്റിക് ആവണം, ഓടണം, ചാടണം, നീന്തണം. ചെയ്യുവോ? ഓക്കെ, ഫൈൻ. അപ്പോ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സാവ്യയ്ക്ക് നല്ല വിശുദ്ധനായിട്ടുള്ള ഒരു അച്ഛനായി തീരാനും നല്ലൊരു നേവൽ ഓഫീസർ ആകാൻ സാൻഡ്രയ്ക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഓഡിയൻസും പ്രാർത്ഥിക്കും. ഓക്കെ, തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 2. നിങ്ങളുടെ ടേബിളിൽ ഒരു പിക്ചർ, ഈശോയുടെ ബൈബിളിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ സഭയുമായി ബന്ധപ്പെട്ടതോ ആയ ഒരു പിക്ചർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് നിങ്ങളുടെ ടേബിളിൽ. നിങ്ങളുടെ ഈ ടേബിൾ 20 ബ്ലോക്ക് വെച്ച് മറച്ചിരിക്കുകയാണ്. ഈ ബ്ലോക്കുകൾക്ക് ഏതോ ഒരു ബ്ലോക്കിന്റെ അടിയിൽ ഈ പിക്ചർ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് 5 ബ്ലോക്കുകൾ വരെ മാറ്റി നോക്കാം. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പിക്ചർ കണ്ടെത്താൻ സാധിച്ചാൽ അവരായിരിക്കും വിജയിയാവുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഞാനിവിടെ പറയും ആദ്യത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് മാറ്റാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ബ്ലോക്കുകൾ മാറ്റാം. റെഡിയാണോ? റെഡി? യെസ്. എങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ബ്ലോക്ക് എടുത്തു മാറ്റാം. കിട്ടിയാ? പിക്ചർ കിട്ടിയാ? ഇല്ല, സൈഡിൽ വെക്കാം. രണ്ടാമത്തെ ബ്ലോക്ക് എടുക്കാം. രണ്ടാമത്തെ ബ്ലോക്ക് എടുത്തു മാറ്റാം. ഏതാന്ന് വെച്ചാൽ മാറ്റാം. കിട്ടിയാ? നോ വേ. ശരിക്കും പ്രാർത്ഥിച്ചെടുക്കും. പ്രാർത്ഥിച്ചിട്ട് എടുത്തു നോക്കും. അപ്പോൾ കിട്ടും.
മൂന്നാമത്തെ ബ്ലോക്ക് എടുക്കാം. മൂന്നാമത്തെ ബ്ലോക്ക്. മൂന്നാമത്തെ ബ്ലോക്ക് കിട്ടിയില്ല. നാലാമത്തെ ബ്ലോക്ക് എടുക്കാം. ലാസ്റ്റ് ബ്ലോക്ക്. അഞ്ചാമത്തെ ബ്ലോക്ക് ഇപ്പോൾ എടുക്കാം. നോവേ, നമുക്ക് ചാൻസ് കഴിഞ്ഞു. എന്നാലും നിങ്ങൾക്ക് ആറാമത്തെ ബ്ലോക്ക് എടുക്കാം. ഏഴാമത്തെ ബ്ലോക്ക്. ടീം ബിക്ക് ഏഴാമത്തെ ബ്ലോക്ക് മാറ്റിയപ്പോൾ ആ പിക്ചർ ഏതാണ്? പിക്ചർ ഏതാണ്? മംഗളവാർത്ത. മംഗളവാർത്ത. നോക്കാം നമുക്ക്. മോണിറ്റർ. ഓക്കെ, മംഗളവാർത്തയാണ് ഉത്തരം. ശരിയാണ്. പക്ഷേ ഏഴാമത്തെ ബ്ലോക്ക് മാറ്റിയപ്പോഴാണ് കിട്ടിയത്. അപ്പൊ പോയിന്റ് കിട്ടൂല നമുക്ക് ആർക്കും തന്നെ പോയിന്റ് ഇല്ല. രണ്ടാമത്തെ ലെവൽ അവസാനിക്കുമ്പോൾ ടീമിലെ ആർക്കും തന്നെ പോയിന്റ് കിട്ടിയിട്ടില്ല. ഏഴാമത്തെ ബ്ലോക്ക് മാറ്റിയപ്പോൾ ടീം ബിക്ക് പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി, പിക്ചർ കണ്ടെത്തി. പക്ഷെ ഏഴാമത്തെ ബ്ലോക്ക് മാറ്റിയപ്പോൾ നോ പ്രോബ്ലം. അടുത്ത ലെവലിൽ നമുക്ക് കൂടുതൽ തീഷ്ണതയോടുകൂടെ മത്സരിക്കാം. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 3. ഓക്കെ, നിങ്ങൾക്ക് ടേബിളിനടുത്തേക്ക് വരാം. ബൈബിളിൽ എത്ര പുതിയ നിയമപുസ്തകത്തില് എത്ര ബുക്കുകളുണ്ട്? 27. പഴയ നിയമത്തിലെ സാൻഡ്ര? 46. ഓക്കെ, ടോട്ടൽ 73 പുസ്തകങ്ങളുണ്ട് ബൈബിളിൽ. പുതിയ നിയമവും പഴയ നിയമവും കൂട്ടി. പഴയ നിയമം 46, പുതിയ നിയമം 27. ഓക്കെ, നിങ്ങൾക്ക് ഈ ടാസ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം. 15 പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിലെ പേരുകളും 15 പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലെ പേരുകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ 30 പുസ്തകങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. നിങ്ങൾ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ 15 വേർതിരിക്കണം. പുതിയ നിയമത്തിലെ വേർതിരിച്ച് പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെക്കണം. പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ പുസ്തകം കടന്നു വരാൻ പാടില്ല. അവിടെ നിങ്ങൾക്ക് ഫെയിലാവും. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങളും വരാൻ പാടില്ല. പുതിയ നിയമത്തിലെ പഴയ നിയമത്തിന്റെ പുസ്തകങ്ങളും വരാൻ പാടില്ല. ക്ലിയർ? റെഡിയാണോ? നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്ന സമയം 1.5 മിനിറ്റാണ്. 90 സെക്കൻഡ്. നിങ്ങൾക്ക് റെഡിയാണെങ്കിൽ, നിങ്ങൾ കളിക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് കളി ആരംഭിക്കാം. റെഡിയാണോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം വേഗം വേഗം. ശ്രദ്ധിച്ചു നോക്കുക. പുതിയ നിയമത്തിലെ പുസ്തകം പഴയ നിയമത്തിലേക്ക് ചാടാൻ ശ്രമിക്കുമ്പോ പുതിയ നിയമത്തിന്റെ ബുക്കുകളുടെ കൂട്ടത്തിൽ മാത്രം വെക്കുക. പതിനഞ്ച് പുതിയ നിയമവും 15 പഴയ നിയമ പുസ്തകങ്ങളും ഉണ്ടാകാം. എണ്ണി നോക്കാതെ. Ten seconds more. 6, 5, 4, 3, 2, 1. വെച്ചോളൂ. ബാക്കിലേക്ക് ഇറങ്ങി നിന്നോ. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണോ? എങ്കിൽ തിയോഫനി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫനി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക.
ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. മൂന്നാമത്തെ ലെവൽ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, പുതിയ നിയമത്തിലെ പുസ്തകം പഴയ നിയമത്തിന്റെ കൂട്ടത്തിലേക്ക് ചാടി വരരുത്. പഴയ നിയമത്തിന്റെ പുസ്തകം പുതിയ നിയമത്തിലും ചാടി വരരുത്. ടീമേ 15 പുസ്തകങ്ങളും കറക്റ്റാക്കി വെച്ചു. പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങളെല്ലാം ഒരേപോലെയും പഴയ നിയമത്തിന്റെ എല്ലാം ഒരുപോലെ വെച്ചു. ടീം ബി, എനിക്ക് തോന്നുന്നു പുതിയ നിയമത്തിന്റെ പുസ്തകത്തിനിടയിൽ നിയമാവർത്തനം എത്രാമത്തെ പുസ്തകമാണ് പഴയ നിയമത്തില്? 5-ാമത്തെയാണോ? ഓക്കെ. എന്നിട്ട് എന്താ തെറ്റിപ്പോയത്? ടെൻഷൻ എന്തിനാ? അവിടെ തെറ്റിപ്പോയി. ഏതാണ് പഴയ നിയമത്തിലെ ഏതാ വന്നത്? ഫിലമോൻ എന്നുള്ള സംഭവമാണ്. നിങ്ങൾക്ക് എന്ത് പറ്റി? പുതിയ നിയമത്തിലെ യൂതിത്ത് ചാടി വന്നു, പഴയ നിയമത്തിലെ തീത്തോസും കയറി വന്നു. ശ്രദ്ധിച്ചു വെക്കണം. നിങ്ങൾക്ക് പലപ്പോഴും പലർക്കും തെറ്റുന്നത് അറിയാം, പക്ഷേ വെച്ച് കഴിയുമ്പോ ധൃതി പിടിച്ച് ചെയ്തു കഴിയുമ്പോ സംഭവം തെറ്റിപ്പോകുന്നു. ജീവിതത്തിലും എപ്പോഴും ഇത് ശ്രദ്ധിക്കണം. നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്ന കാര്യമായിരിക്കും. നമ്മൾ വളരെ ധൃതി പിടിച്ച് ഫോക്കസ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോകും. എനിവേ, മൂന്നാമത്തെ ലെവൽ അവസാനിക്കുമ്പോ ടീം എ വിൻ ചെയ്തിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. ടീമേ എത്ര പോയിന്റ് കിട്ടുന്നുണ്ട്? 90 പോയിന്റ്. യെസ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങളൊരു പക്ഷേ 500 പോയിന്റ് വേണമെന്ന് പറഞ്ഞാൽ തന്നാനെ. 90 പോയിന്റ് മതി എന്ന് പറഞ്ഞു. യെസ്, ടീമേ മൂന്നാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പോയിന്റ് 90 പോയിന്റ് ആണ്. സൂപ്പർ. ഞാൻ വെറുതെ പറഞ്ഞേട്ടാ, നിങ്ങൾ 500 പോയിന്റ് ചോദിച്ചാൽ കിട്ടില്ല. നമ്മൾക്ക് ഒരു ഓർഡർ ഉണ്ട്. ഒന്നാമത്തെ ലെവല് നമ്മൾ 50-ഉം, രണ്ടാമത്തെ ലെവൽ വിൻ ചെയ്താൽ 70-ഉം, മൂന്നാമത്തെ ലെവൽ വിൻ ചെയ്താൽ 90-ഉമാണ് കിട്ടുന്നത്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? ജോണേ, ജോൺ ഇപ്പോൾ 8-ല്, 9th-ല്. ഓക്കെ, 9th-ലാണ് പഠിക്കുന്നത്. ഡെനിന 10th-ല് ആഘോഷമായിട്ട് പഠിക്കാൻ പോണേ. 10 വർഷം നമ്മൾക്ക് ബോർഡ് എക്സാം ഒന്നും ഇല്ലായിരുന്നു അല്ലേ? ആണെങ്കിൽ 5ാം ക്ലാസ്സിലേക്ക് ഒരു ബോർഡ് എക്സാം വെക്കാറുണ്ട്. ഇല്ല, 10ാം ക്ലാസ്സിൽ കൊണ്ടുവന്നാണ് നമ്മളെ ഈ 10 വർഷം പഠിച്ചതിന്റെയൊക്കെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അവര് ബോർഡ് എക്സാം വെക്കുന്നത്. അപ്പൊ നമ്മള് ഏറ്റവും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ കൊല്ലം ഒന്നും കൂടെ അതുക്കും മേലെ 9ാം ക്ലാസ്സിൽ പഠിച്ചതിനേക്കാളും മേലെ പഠിക്കണം. ഈശോയെ ഇരുത്തി പഠിക്കണം. ഉണ്ണീശോയുടെ കൂടെ ഇരുന്ന് പഠിക്കണം. മാതാവിനെയൊക്കെ വിളിച്ച് കൂടെ ഇരുത്തണം. ഓക്കെ, ജോണിന് കിട്ടിയിട്ടുള്ള ഈശോ തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ് ഏതാണ്? ഗിറ്റാർ വായിക്കാൻ. ഗിറ്റാർ വായിക്കും. ഗിറ്റാറിസ്റ്റ് ആണ്? ലീഡ് ഗിറ്റാറിസ്റ്റ് ആണ് അല്ലെങ്കിൽ ബേസ് ഗിറ്റാറിസ്റ്റ് ആണ്? എങ്ങനെ വായിക്കുന്നതാണ് ഇഷ്ടം? എങ്ങനെ ലീഡ് വായിക്കുന്നതാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നല്ലൊരു ഗിറ്റാറിസ്റ്റ് ആവട്ടെ. ഭാവിയിൽ ആരായി തീരാനാണ് ആഗ്രഹം? ഡോക്ടർ ആവാനാണ്. ഏത് ഡോക്ടർ? തീരുമാനിച്ചിട്ടില്ല. PhD എടുത്തിട്ടുള്ള ഡോക്ടറാണ് സബ്ജക്റ്റില്? അല്ല, തീരുമാനിച്ചിട്ടില്ല. ദൈവം തന്നിട്ടുള്ള കഴിവ് നല്ലൊരു ഗിറ്റാറിസ്റ്റ് ആവാനാണ്. വേറെ കഴിവുകൾ തന്നിട്ടില്ല? പഠിക്കാൻ തന്നിട്ടുള്ള കഴിവ് തന്നിട്ടില്ലേ? ചെറുതായി വരയ്ക്കാനുള്ള കഴിവ് തന്നുണ്ട്. നമ്മളൊന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒന്ന് എഴുതി നോക്കാം ദൈവം തന്നിട്ടുള്ള കഴിവ്. നന്നായിട്ട് കാണാനുള്ള കഴിവ്. എത്ര പേർക്ക് കാണാൻ കഴിവ് ഇല്ലാത്തവരുണ്ട്? നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, ചിരിക്കാനുള്ള കഴിവ്, സൈക്കിൾ ഓട്ടാനുള്ള കഴിവ്, ഫുട്ബോൾ കളിക്കാനുള്ള കഴിവ്, അല്ലേ? ഇതൊക്കെ എല്ലാം കഴിവാണ്. നന്നായി പഠിക്കാൻ, നന്നായി കളിക്കാൻ, പാട്ട് പാടാൻ, പ്രസംഗം പറയാൻ, സങ്കീർത്തനം. പ്രസംഗം പറയോ? ഒരു സബ്ജക്ട് എന്ന പ്രസംഗം പറയോ? അത് പഠിച്ചു പ്രസംഗിച്ചിട്ടുണ്ടാ? പ്രസംഗിക്കാറുണ്ട്. ഓക്കെ, എന്താണ് ഡെനിന്റെ സ്വപ്നം? എന്താണ് ഭാവിയിൽ? നല്ലൊരു എഞ്ചിനീയർ ആവാൻ. നല്ലൊരു എഞ്ചിനീയർ ആവാനാണ്. ഏത് കെട്ടിടം? വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുന്ന, പാലങ്ങൾ പണിയുന്ന,
മെട്രോ മറ്റേ റെയിൽവേ ട്രാക്കുകൾ പണിയുന്ന തൂണുകൾ പണിയുന്ന എഞ്ചിനീയറാണ്. യെസ്. എന്തായാലും ദൈവം ഒത്തിരി കഴിവുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ കഴിവുകൾ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക് അടുക്കുക. നമ്മളുടെ സ്വപ്നം സെറ്റ് ചെയ്യുന്നതും നമ്മുടെ കഴിവുകളെ കണ്ടിട്ടാണ്. അപ്പോൾ ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ദൈവത്തിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവമേ, നീ ഇന്ന കഴിവ് എനിക്ക് നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന കഴിവുകൾ എനിക്ക് തന്നതിന് ഞാൻ സ്തുതിക്കുന്നു. എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള കഴിവുകളൊന്ന് എഴുതി നോക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ദൈവം ഡെന്നിനെയും ജോണിനെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകട്ടെ. ഞങ്ങളും പ്രാർത്ഥിക്കും, ഓഡിയൻസും പ്രാർത്ഥിക്കും. ഓക്കെ, അടുത്ത ലെവലിലേക്ക് നമ്മൾ കടന്നാലോ? തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 4. ലെവൽ 4 വളരെ രസകരമായ ഒരു എലിമിനേഷൻ റൗണ്ടാണ്. ഈ ഗെയിമിൽ നിന്ന് നിങ്ങളെ എലിമിനേറ്റ് ചെയ്യുന്ന റൗണ്ട് അല്ല, നമ്മളിലുള്ള സാത്താന്റെ ചിന്തകളെ, സാത്താനെ അടിച്ചോടിക്കുന്ന, ദുശ്ചിന്തകൾ അടിച്ചോടിക്കുന്ന ഒരു ഗെയിമാണ്. ഇവിടെ 6 പെൻസിൽ വെച്ചിട്ടുണ്ട് അല്ലേ? 6 പെൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് 12 പേളുകൾ തന്നിട്ടുണ്ട്. വൈറ്റ് പേൾസ്. നമ്മളുടെ ഈശോയുടെ നന്മകൾ കൊണ്ട്, വെളുവെളുത്ത നന്മകൾ കൊണ്ട് നമ്മൾ ഈ പെൻസിലിനെ ബൗൺസ് ചെയ്ത് തെറിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സാത്താനെ ദൂരെ പോ. യേശു എപ്പോഴാണ് അത് പറഞ്ഞത്? എപ്പോഴാണ് പറഞ്ഞത്? മരുഭൂമിയിൽ എന്ത് ചെയ്തപ്പോ? 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അല്ലെ, ആര് വന്നു ഈശോയുടെ അടുത്തേക്ക്? സാത്താൻ വന്നു. എന്ത് പറഞ്ഞു? ഈ കല്ലുകളേക്ക് നിനക്ക് അപ്പമാക്കി ഭക്ഷിക്കാൻ പാടില്ലേ? യേശു ഈ മരുഭൂമിയിൽ വെള്ളം പോലും കഴിക്കാണ്ട് 40 ദിവസം ഒരു മനുഷ്യനായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. ടയേർഡാണ് അവൻ. ഭയങ്കര വിശപ്പുണ്ട്, ദാഹമുണ്ട്. ഇപ്പോഴാണ് ചെറുതാൻ വന്ന് പറയണ, നിനക്ക് ഈ കല്ല് അപ്പമാക്കി ഭക്ഷിക്കാൻ പാടില്ലേ? എന്തിനെങ്ങനെ വിശന്നിക്കണ, ദാഹിച്ചിരിക്കണ? യേശു എന്താ പറഞ്ഞത്? സാത്താനെ ആദ്യം എന്ത് പറഞ്ഞു? ഞാൻ അപ്പം കൊണ്ട് മാത്രമല്ല ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. അവസാനം ദൈവം പറഞ്ഞ സാത്താനെ ദൂരെ പോകും. അതുപോലെ നിങ്ങളും ചെയ്യാൻ പോവേ. നിങ്ങളുടെ കയ്യിലുള്ള വെളുത്ത ആ പേള് കൊണ്ട്, നന്മകൾ കൊണ്ട് സാത്താനെ നിങ്ങൾ ദൂരെ ആക്കി പായിപ്പിക്കാൻ പോണേ. നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഗെയിം തുടങ്ങിക്കഴിയുമ്പോൾ 1 മിനിറ്റാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള 12 പേൾ ഉപയോഗിച്ച് മാക്സിമം എല്ലാ സാത്താനെയും 6 സാത്താൻ പെൻസിലിനെയും എറിഞ്ഞ് താഴെയിടുക. റെഡി? രസകരമായ ഈ എലിമിനേഷൻ ഗെയിമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആർ യു റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Come on, ഉന്നത്തിലെ പെർഫെക്റ്റ്. Come on, very good, very good. ബൗൺസ് കൂടുതലാവരുത്. Come on, come on. തീർന്ന? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഡെന്നിൻ? ഡെന്നിൻ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ്, ബൗളറാണ്, പേസ് ബൗളറാണ്. അപ്പൊ അത് പറഞ്ഞില്ല, ദൈവം നിന്നിട്ടുള്ള ടാലന്റ്സിൽ ബെസ്റ്റ് ടാലന്റ്. വിക്കറ്റ് ഒക്കെ പെട്ടപ്പെട്ടെന്ന് പറഞ്ഞാണ് എല്ലാ സാത്താനെയൊക്കെ ദൂരെ എറിഞ്ഞത്. 6 എണ്ണം ഉണ്ടായിരുന്നു. 6 എണ്ണത്തില് 2 സാത്താൻ ഇപ്പോഴും ബാക്കി. ഇവിടെ ടീം ബി കൊള്ളാം, മര്യാദ നന്നായിട്ട് എറിഞ്ഞു. 2 എണ്ണം തെറിപ്പിച്ചു, 4 എണ്ണം ബാക്കി. ഇവിടെ ആരാണ്? സാവിയോണ്. സാവിയോ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ആണോ? സ്പിൻ ബൗളറാണോ? ഓക്കെ. എന്തായാലും 3 എണ്ണം സാവിയോയും കളഞ്ഞു. അപ്പോ ഈ ലെവല് അവസാനിക്കുമ്പോ ടീം എ ആണ് വിൻ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. നാലാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ ടീം എക്ക് എത്ര പോയിന്റ് കിട്ടുന്നുണ്ട്? 110 പോയിന്റ്. യെസ്, ടീം എ 4ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ്
110 പോയിന്റ് ആണ്. സൂപ്പർ. ഓക്കെ, നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. ഇപ്പോ എലിമിനേഷൻ റൗണ്ട് കഴിഞ്ഞു. നമ്മ പെൻസിലൊക്കെ ത്രോ ചെയ്ത് കളഞ്ഞു. അടുത്തത് രസകരമായ ഒരു ഗെയിമാണ്. നിങ്ങൾക്ക് ടഫായിട്ട് തോന്നാം, പക്ഷെ സിമ്പിളാണ്. നമുക്കിനി പോയിന്റ് അടിക്കണ്ടേ? മരിയ, സിംബി വേണം. യെസ്, തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 5. ലെവൽ 5 മറ്റൊരു മനോഹരമായ കളിയാണ്. ജോണേ, ഡെനിനെ, നിങ്ങൾ നേരത്തെ ഡെനും ബൗളറാണല്ലേ? അപ്പൊ ഇതും നിങ്ങൾ ബൗൾ ചെയ്യാനൊക്കെ കുറച്ച് താല്പര്യമുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കാൻ പറ്റും. ശരിക്കും ഇതും ഒരു എലിമിനേഷൻ റൗണ്ടാണ്, പ്യൂരിഫിക്കേഷൻ റൗണ്ടാണ്. നമ്മളിലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനത്തെയും നമ്മൾ ബൗൺസ് ചെയ്യിപ്പിച്ച് കളയുന്നു. ഒപ്പം നമ്മൾ പലതിനെയും നന്മയായിട്ട് പരിണമിപ്പിച്ച് ഇവിടെ സ്വീകരിക്കുന്നു. ബൗൺസ് ചെയ്ത് ഇവിടേക്ക് ഇടുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ബോൾ ബൗൺസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഈ ട്രേയിലേക്ക് ഇടുക. കിട്ടിയാ? ഓക്കെ, റെഡിയാണോ നിങ്ങൾ? യെസ്, എങ്കിൽ നമുക്ക് കളി തുടങ്ങാം. നിങ്ങൾക്ക് ഈ കളി കളിക്കാനായിട്ട് കിട്ടുന്ന സമയം 1 മിനിറ്റ് ആണ്. ഇഫ് യു ആർ റെഡി യു ക്യാൻ കം ടു ബോക്സ് സൈഡ്. കം ഓൺ. ആരാണ് എറിയാൻ പോകുന്നത്? സാൻഡ്രയാണോ ബൗളർ? സ്പിൻ ബൗളർ ഇല്ലേ നമുക്ക് ഒരാളെ? ആരാണ് അറിയാൻ? ആൻമരിയാണ്. ആൻമരിയമാണ്. ട്രീസ, മരിയൻ ട്രീസേനെ അറിയാം. ഓക്കെ, ഇവിടെ ഡെനിനാണ്. ഓക്കെ, ജോൺ ആണ് അറിയാം. ഓക്കെ, റെഡിയാണോ? 1 മിനിറ്റ് നിങ്ങൾക്ക് 60 സെക്കൻഡ് നിങ്ങൾക്ക് കളിക്കാനായിട്ട് ലഭിക്കും. നിങ്ങൾ റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട് നൗ. കറക്റ്റ്. നോക്കി കിട്ടും. കമോൺ. യെസ്. Oh, come on. Yo. നല്ലോണം പ്രാർത്ഥിച്ചെറി. പോട്ടെ. Yes. തീർന്ന 12 സെക്കൻഡ് ബാക്കി നിൽക്കെ അങ്ങനെയെല്ലാം തീർന്നിരിക്കുന്നു. യെസ്, ഓക്കെ. നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ യെല്ലോ 2 ബോളിംഗ് ആണ്. 2 ബോളാണ് യെല്ലോ കളക്ട് ചെയ്തിരിക്കുന്നത്. യെല്ലോ ബോൾ ബോൾ ചെയ്തത് ടീം സി ആയിരുന്നു, സാൻഡ്ര ആയിരുന്നു. ഓക്കെ, ടീം എ ഓറഞ്ച് ബോളാണ് എറിഞ്ഞത് അല്ലെ? ജോണായിരുന്നു എറിഞ്ഞിരുന്നത് അല്ലെ? ജോൺ എറിഞ്ഞ് 3 ബോൾ ചെയ്തിട്ടുണ്ട്. പിങ്ക് ബോൾ ബൗൺസ് ചെയ്തിരുന്നത് ശ്രീസാമരിയമായിരുന്നു. അന്ന മരിയം ബോൾ എടുത്ത് കൊടുത്തു അല്ലെ? അവരാണ് 4 ബോളുകൾ. കുറെ ബോളുകളൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചുപോയി. അവർ തങ്ങി നിന്നില്ല. അവരിവിടെ വന്ന് വിസിറ്റ് ഒക്കെ ചെയ്ത് തിരിച്ചുപോയി. എനിവേ, ഈ ലെവൽ അവസാനിക്കുമ്പോൾ 5ാമത്തെ ലെവൽ വിൻ ചെയ്തിരിക്കുന്നത് ടീം ബി ആണ്. കൺഗ്രാറ്റുലേഷൻ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ള മരിയം ട്രീസ മരിയം ആൻഡ് അന്ന മരിയം അല്ലേ?
ആനി മറിയം. ആനി മരിയം, അന്നയല്ല, ആനി മരിയം. ഓക്കെ, വളരെ വിദഗ്ധമായിട്ട് അങ്ങനെ 5ാമത്തെ റൗണ്ട് നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്നു. സന്തോഷമുണ്ടോ? കാഞ്ഞിരപ്പള്ളിക്കാര് സന്തോഷിക്കൂലേ? എന്താണ് നിങ്ങളുടെ മുഖത്തൊരു മ്ലാനത? ഇപ്പോ ലെവല് കിട്ടിയില്ലായിരുന്നു. ആ, ഈ ഒരു ലെവല് കിട്ടിയപ്പോ സന്തോഷമുണ്ട്. ഓക്കെ, എന്തായാലും ഈ ലെവൽ നിങ്ങൾ വിൻ ചെയ്തല്ലോ. ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റ് ആണ് കിട്ടുന്നത് അറിയാം? 120. ഓ, അത്ര മതിയാ? മതി. എത്രയാണ്? ഞാനൊരു 10 പോയിന്റ് കൂടി ഇട്ട് തന്നേക്കാം. 130 പോയിന്റ്. യെസ്, ടീം ബി 5ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് 130 പോയിന്റ്സ് ആണ്. 130 പോയിന്റ്. 120 മതിയായിരുന്ന പോരാ. പറയൂ ട്രീസ മറിയം. ട്രീസ മറിയം ഇപ്പോ എത്രയിലാണ്? ഞാൻ പ്ലസ് ടു. ഏതാണ് ഗ്രൂപ്പ് എടുത്തേക്കുന്നത്? സയൻസ് ആണ്. ആരാകാനാണ്? എനിക്ക് ക്രിമിനോളജി പഠിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ക്രിമിനോളജി ബേസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ സംഭവം? അത് ഈ ഇൻവെസ്റ്റിഗേഷന് പോലീസുകാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേഖലയാണ്. ഈ രോമൊക്കെ കണ്ടെത്തിയിട്ട് അതല്ല, ഈ പ്രതികളുടെ ഓരോ പ്രവൃത്തികളിൽ നിന്നും അവരുടെ ഓരോ മൂവ്മെന്റിൽ നിന്ന് അവരുടെ ഇത് മനസ്സിലാക്കാനും പിന്നെ കേസിലേക്ക് പുതിയ പുതിയ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിലേക്ക് ഇൻട്രസ്റ്റ് വന്നത്? എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു. അതുപോലെ തന്നെ ഒരു ഇതെങ്ങനെയാണ്? ആദ്യം അനീതി ഉണ്ട് വീട്ടില്, അവളുടെ കുറ്റങ്ങൾ ആദ്യം കണ്ടെത്തി അമ്മച്ചിനോട് പറഞ്ഞിട്ടാണ് ആദ്യം ക്രിമിനോളജി ടെസ്റ്റ് ചെയ്തത്. അത് ചേച്ചിയായിരുന്നു. ചേച്ചിയുടെ കുറ്റങ്ങളായിരുന്നു കണ്ടെത്തിയത്. നിങ്ങൾ എത്ര പേരാണ് വീട്ടില്? 3 പേര്. 3 പേര്. ചേച്ചിയും അനിയത്തിയും ഉണ്ട്. ഓക്കെ. എന്നിട്ട് അപ്പൊ ആദ്യം ചേച്ചിയുടെ കുറ്റങ്ങളൊക്കെ കണ്ടെത്തി വീട്ടിൽ പറഞ്ഞ് അങ്ങനെ എന്നിൽ ഈ ക്രൈംസ് കണ്ടെത്താനുള്ള ഒരു ടാലന്റ് ദൈവം തന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു അല്ലേ? ക്രിമിനോളജി ഇതൊക്കെ ഈ കോഴ്സൊക്കെ എവിടെയുണ്ടെന്നൊക്കെ അറിയാവോ? ഞാൻ ഒരു തവണ പത്രത്തിലായിരുന്നു ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് വായിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പൊ +2 കഴിഞ്ഞ ഡിഗ്രി ഒരു ബയോളജി വിഷയം എടുത്തിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്വേഷിക്കാനായിട്ട് ആണ് ഈ ക്രിമിനോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് നമുക്ക് കിട്ടുക, അത് പഠിക്കാൻ കിട്ടുക അല്ലേ? ഓക്കെ, ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്, രസമാണ്. നമുക്ക് ചില ടാലന്റ്സ് വളരെ ഹിഡൻ ആയിട്ടായിരിക്കും തെമ്പുരാൻ തന്നിരിക്കുക. ഈ ഹിഡൻ ടാലന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. പറയില്ലേ, ഈ മുത്ത് പോലെ, ഈ തീക്കട്ടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഡയമണ്ട് ഒക്കെ പോലെ ഇതിനെ പതുക്കെ അത് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്ലോ ലൈക്ക് എനിത്തിങ്. ഒരു ഡയമണ്ടിനേക്കാളും പ്രകാശം നൽകുന്ന ഒരു ടാലന്റായി മാറും. അപ്പൊ അനേകം കുറ്റകൃത്യങ്ങൾക്ക് തുമ്പുണ്ടാക്കുന്ന ക്രിമിനോളജിസ്റ്റ് അല്ലെ, ക്രിമിനോളജിസ്റ്റ് ആയി മാറട്ടെ ട്രീസ മറിയം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനോട് കൂടെ ഈ ലക്ഷ്യത്തിലേക്ക് ചെല്ലണം. ദൈവം കൂടുതൽ കൂടുതൽ ബുദ്ധി നമുക്ക് പ്രകാശിപ്പിക്കുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം അല്ലെ നമ്മൾ ആദ്യം പറയുന്നത്, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഈശോ തരുന്ന വിസ്ഡമാണ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ആ ജ്ഞാനമാണ് ഏറ്റവും ഉദാത്തമായത്. നമുക്ക് പല നമ്മുടെ ലക്ഷ്യങ്ങൾക്കും പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് ഈ ദൈവം നൽകുന്ന ജ്ഞാനമായിരിക്കും. അത് ഒരുപക്ഷെ മനുഷ്യന് ഹിഡൻ ആയിരിക്കും, ദൈവം നമുക്ക് റിവീൽ ചെയ്തു തരും. ഓക്കെ, ആനി മറിയം പറയൂ. ആനി മറിയം ഇപ്പൊ എത്രയിലാണ്? 8th. ആനി മറിയത്തിന് ഈശോ നൽകിയ ഏറ്റവും ബെസ്റ്റ് ടാലന്റ് ഏതാണ്? മറ്റുള്ളവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുക. മറ്റുള്ളവരുടെ അടുത്ത് നന്നായി ബിഹേവ് ചെയ്യരുത്. ആണാ? അത് നമ്മ പറഞ്ഞാൽ ശരിയാവൂല്ലോ. നമ്മള് പെരുമാറുന്ന നമ്മൾ ആദ്യം നമ്മുടെ പാരന്റ്സ് പറയണം, എന്റെ ആനിമോളെ നീ നല്ല കൊച്ചാടാ എന്ന് പറയാറുണ്ട് ആരെങ്കിലും? അപ്പച്ചൻ പറയാറുണ്ട്, പപ്പ പറയാറുണ്ട്, മമ്മിയാ ചിലപ്പോ ഇടയ്ക്ക്. കാരണം മമ്മിയാണ് കൂടുതൽ പറയേണ്ടത്. ആനിമോള് പോയി മമ്മീനെ സഹായിക്കുമ്പോ മമ്മി പറയും, എന്റെ മോള് ഇത് നല്ല മോളാണ്. മറ്റൊരു പിള്ളേർക്കും ഇല്ലാത്ത ക്വാളിറ്റി ആനിമോക്കുണ്ട്. ഞാൻ എന്തും പറയാണ്ട് തന്നെ അവൾ ഓടി വന്ന് എന്നെ സഹായിക്കും. എന്റെ കുക്കിങ്ങിലാണെങ്കിലും എന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ പഠിക്കണമെന്ന് പറയാതെ തന്നെ അവൾ ബുക്ക് എടുത്ത് പഠിക്കും. അങ്ങനെയൊക്കെ പറയാറുണ്ടോ? പപ്പ പറയും, മതി, ആരെങ്കിലും പറയണം. ഓക്കെ, ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലാ? ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് സ്കൂളില്? മെറിൻ. മെറിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഏതാണ്? മെറിന്റെ ക്വാളിറ്റി
മറ്റുള്ളവരോട് നന്നായിട്ട് ഫ്രണ്ട്സ് ആയിരിക്കും. ആരെയും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാതെ എല്ലാവരും എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും. ആരെയും വേദനിപ്പിക്കാറില്ല, ആരെയും ഇൻസൾട്ട് ചെയ്യാതെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു കൂട്ടുകാരി അല്ലേ? വെരി ഗുഡ്. അങ്ങനെ ഒരു പോസിറ്റീവ് കൂട്ടുകാരിയുടെ പോസിറ്റീവ് ഒരു മൈൻഡ് കാണാൻ സാധിക്കുന്ന ഒരു ഫ്രണ്ട് ആകുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു നന്മയാണ്. ആനി മരിയ, യു ആർ ബ്ലെസ്ഡ്. ഒത്തിരി നന്മകൾ. അപ്പോ ആനി മരിയക്ക് ആരാകണമെന്നാണ് ആഗ്രഹം? അഡ്വക്കേറ്റ് ആവുമ്പോ നമ്മുടെ പ്രതിയുടെ നന്മ, എന്ത് കൊല ചെയ്താലും അവന്റെ നന്മ മാത്രം കാണാനേ പറ്റുള്ളൂ. എന്റെ പ്രതി കൊല ചെയ്തിട്ടില്ല, ആ സാഹചര്യത്തിൽ അവർ അങ്ങനെയൊന്നും ചെയ്തു പോയി എന്ന് പറയുള്ളൂ അല്ലെ? പലപ്പോഴും ഈ നന്മകളെ തിന്മകളായി മാറ്റാനും തിന്മകൾ നന്മകളാക്കി മാറ്റാനും അഡ്വക്കേറ്റുമാർ ശ്രമിക്കാറുണ്ട്. ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവരുടെ മുമ്പിൽ അവരുടെ പ്രതി, അവരുടെ കക്ഷിയാണ് ഏറ്റവും വലുത്. ആ കക്ഷിക്ക് വേണ്ടി അവർ നിലകൊള്ളും. എന്തായാലും ദൈവത്തിന്റെ നല്ല മകളായിട്ട് നിലകൊള്ളുക. അഡ്വക്കേറ്റ് ആയാലും ക്രിമിനോളജിസ്റ്റ് ആയാലും ദൈവം അനുഗ്രഹിക്കട്ടെ അതിനായിട്ട്. ഒപ്പം ദൈവത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നിലകൊള്ളുക. പാട്ട് പാടുവോ ആനി? പാടും. ഒരു ചെറിയ 4 വരി പാടിയെങ്കിൽ അത്യുഷ്ടമര്യം പാടാം. പകൽ സൂര്യനല്ല, രാത്രി ചന്ദ്രനല്ല, എന്റെ ഉള്ളിലുണ്ടൊരു മെഴുതിരിനാളം. പകൽ സൂര്യനല്ല, രാത്രി ചന്ദ്രനല്ല, എന്റെ ഉള്ളിലുണ്ടൊരു മെഴുതിരിനാളം. Wow. It's good. അങ്ങനെ നമ്മളുടെ 5ാമത്തെ ലെവൽ അവസാനിക്കുകയാണ്. ടീം ബിയും 5ാമത്തെ ലെവൽ വിൻ ചെയ്ത് ഇരിക്കുകയാണ്. നമുക്ക് നമ്മളെ ഇതുവരെ ഇനി അടുത്തത് നമ്മുടെ അവസാനത്തെ ലെവലാണ്. അവസാനത്തെ ലെവൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ പോയിന്റ്സ് എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെസ്റ്റ് ചാലക്കുടി നിത്യസഹായമാതാ ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ജെനിൻ ഡേവിഡും ജോൺ പോളും അടങ്ങിയിട്ടുള്ള ടീം എക്ക് ലഭിച്ചിരിക്കുന്നത് 200 പോയിന്റ് ആണ്. 200 പോയിന്റ്സ് ആണ്. ഗ്രേറ്റ്. കാഞ്ഞിരപ്പള്ളി എളംകുളം സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ട്രീസ മരിയയും ആനി മറിയം ബിജുവും ചേർന്നിട്ടുള്ള ടീം ബിക്ക് ലഭിച്ചിരിക്കുന്നത് 130 പോയിന്റ്സ് ആണ്. വൈക്കം മുല്ലാല സെന്റ് ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള സാൻഡ്ര സാവിയോ സാബുവും അടങ്ങിയിട്ടുള്ള ടീം സിക്ക് ലഭിക്കുന്നത് 50 പോയിന്റ്സ് ആണ്. ഓക്കെ, അടുത്ത ഗെയിം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഗെയിമിൽ നമുക്ക് 150 പോയിന്റ്സ്, ലാസ്റ്റ് ലെവൽ 150 പോയിന്റ്സ് വരെ ലഭിക്കാം. അപ്പോൾ എല്ലാവരും ഉഷാറോടുകൂടെ ഉണർന്ന് കളിക്കാം. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അവസാനത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 6. ലെവൽ 6ൽ നിങ്ങൾ രസകരമായ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. എന്താണ്? മനുഷ്യൻ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തു അല്ലെ? ഉൽപ്പത്തിയുടെ പുസ്തകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സമൃദ്ധിയായിട്ട് മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു. അവന് അനുഗ്രഹങ്ങൾ കിട്ടിത്തുടങ്ങി. അവൻ സമൃദ്ധിയായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ സ്വാർത്ഥനാകാൻ തുടങ്ങി. ഈ ലോകമെല്ലാം അവന്റേതാണെന്ന് തെറ്റിദ്ധരിച്ച് അവൻ സ്വാർത്ഥതയോടുകൂടെ അവന്റെ അഹങ്കാരം നിമിത്തം ഒരു വലിയ ഗോപുരം പണിയാൻ തീരുമാനിച്ചു അല്ലെ? അവന്റെ ആഗ്രഹം എന്തായിരുന്നു? ആകാശം മുട്ടയുള്ള ഒരു ഗോപുരം പണിയാണ്. ദൈവത്തിന്റെ അടുത്തെത്തണം. അവന്റെ അഹങ്കാരം കൊണ്ട് അവൻ ലോകത്തിലെ എല്ലാ മനുഷ്യരും കൂടി ഒരുമിച്ച് കൂടി അവര് ഗോപുരം പണിയാൻ തുടങ്ങി. ദൈവം താഴേക്ക് നോക്കിയപ്പോ കണ്ടത് മനുഷ്യൻ അഹങ്കാരം കൊണ്ട് വലിയൊരു ഗോപുരം പണിയുന്നതാണ്. ദൈവം എന്ത് ചെയ്തു ജോണെ? അവന്റെ അഹങ്കാരത്തെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. ആണോ സന്ദ്ര? അതെ. അതോട് എന്ത് സംഭവിച്ചു? ഗോപുരം തകർന്നു വീണു അല്ലെ? ഗോപുരം തകർന്നു വീണു. മനുഷ്യന് എന്ത് നഷ്ടമായി? ശ്രീസാമറിയം ക്രിമിനോളജി വർക്ക് ചെയ്യട്ടെ. അവന്റെ കല്ലുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. കുറെ മനുഷ്യർ മരിച്ചു കാണും. പിന്നെ ബാക്കിയുണ്ടായിരുന്ന മനുഷ്യർ സംസാരിക്കാൻ തുടങ്ങി. അവൻ സംസാരിച്ചിരുന്ന ഭാഷയൊക്കെ വിട്ടുപോയി. മനുഷ്യന് അവന്റെ ഭാഷകൾ പലതായി. ആണോ? അതിനു മുമ്പ് ബാബേൽ ഗോപുരം പണിയുന്നതിന് മുമ്പ് മനുഷ്യരെല്ലാം സംസാരിച്ചിരുന്ന ഭാഷ ഒന്നായിരുന്നു എന്ന് പറയുന്നു.
ബാബേൽ ഗോപുരം, മനുഷ്യന്റെ അഹങ്കാരം കൊണ്ട് പണിത ബാബേൽ ഗോപുരം ദൈവം തകർത്തു കഴിഞ്ഞപ്പോൾ അവന്റെ അഹങ്കാരം തീർന്നു, അവന്റെ ഭാഷയും അവന് വിട്ടുപോയി. അവർ പല ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ വീണ്ടും മനുഷ്യൻ പല ഭാഷകൾ ഒരു ഭാഷയിൽ കേൾക്കാൻ തുടങ്ങിയതെപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വന്ന് ആര് പ്രസംഗിച്ചപ്പോഴാണ്? ശിഷ്യന്മാര്, അല്ലെ? പത്രോസൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന യഹൂദർ ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലത്ത് ഈ ശിഷ്യന്മാർ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ഓരോരുത്തരും അവരുടെ ഭാഷകളിൽ കേട്ടു. ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഇറ്റാലിയൻ ഭാഷയിലായിരിക്കും കേട്ടത്. ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുള്ള യഹൂദന്മാർ കേട്ടത് ഫ്രഞ്ചിലായിരിക്കും. അതേപോലെ തന്നെ പോർച്ചുഗീസുകാർ പോർച്ചുഗീസ് ഭാഷയിലായിരിക്കും കേട്ടത്. ഒരുപക്ഷെ അങ്ങനെ ഓരോ ഡിഫറെന്റ് ലാംഗ്വേജിൽ ഒരു ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. ശിഷ്യന്മാർ സംസാരിക്കുന്ന ഒരു ഭാഷ മാത്രം, പക്ഷെ പലരും പല ഭാഷയിൽ കേട്ടു. അത് ആരുടെ പ്രവർത്തനമായിരുന്നു? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. പലപ്പോഴും നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ ഈ അത്ഭുതങ്ങളൊക്കെ നിരന്തരം നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാള്, കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈസി ആവൂല അയാളുടെ അടുത്ത് സംസാരിക്കാൻ. പക്ഷെ ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ആ സംസാരവും ആ കമ്മ്യൂണിക്കേഷനും ഒക്കെ ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പോ പരിശുദ്ധാത്മാവിനോട് നിങ്ങളും പ്രാർത്ഥിക്കുക. നമ്മൾ അന്നത്തെ മനുഷ്യർ ഏതിന്റെ മുകളിലായിരുന്നു ബാബേൽ ഗോപുരം കെട്ടിപ്പണിതത്? ഭൂമിയിലായിരുന്നു. നിങ്ങൾക്കൊരവസരം കിട്ടുകയാണ് വെള്ളത്തിൽ ബാബേൽ ഗോപുരം പണിയാനായിട്ട്. റെഡിയാണോ? ഈ ബാബേൽ ഗോപുരം നിങ്ങൾ പണിയുന്നത് എങ്ങനെയാണ്? ആദ്യം ഒരു പ്ലേറ്റ് വെക്കുന്നു. പിന്നെ എത്ര പ്ലേറ്റ് വെക്കുന്നു? എത്ര ഗ്ലാസ് വെക്കുന്നു? രണ്ട് ഗ്ലാസ് വെക്കുന്നു, അതിന്റെ മേളിൽ പ്ലേറ്റ്. പിന്നെ 4 ഗ്ലാസ് വെക്കുന്നു, അതിന്റെ മേളിൽ പ്ലേറ്റ്. പിന്നെ 3 ഗ്ലാസ് വെക്കുന്നു, അതിന്റെ മേളിൽ പ്ലേറ്റ്. 2 ഗ്ലാസ് വെക്കുന്നു, അതിന്റെ മേളിൽ പ്ലേറ്റ്. 1 ഗ്ലാസ് വെക്കുന്നു, അതിന്റെ മേളിൽ പ്ലേറ്റ്. 1 ഗ്ലാസ്. അവസാനത്തെ പ്ലേറ്റിന്റെ മുകളിൽ ഒരു ഗ്ലാസും വെക്കുന്നു. അതാണ് നമ്മുടെ ബാബേൽ ഗോപുരം. റെഡിയാണോ? ഓക്കെ, റെഡി? നിങ്ങൾക്ക് ഈ ഗെയിം പൂർത്തിയാക്കാൻ കിട്ടുന്ന സമയം 1.5 മിനിറ്റ് ആണ്. എത്ര സെക്കൻഡ്? 90 സെക്കൻഡ്, 90 സെക്കൻഡ്. If you are ready, your time starts now. ഇതിൽ ആദ്യം ഫിനിഷ് ചെയ്യുന്ന ആളായിരിക്കും വിൻ ചെയ്യുന്നത്. സിങ്കാവാകാതെ, മുങ്ങിപ്പോകാതെ കറക്റ്റായിട്ട് 2, 4, 3, 2, 1, 1. 2, 4, 3, 2, 1. ഫിനിഷ് ചെയ്ത ആൾക്കാർക്ക് കൈ പൊക്കാം. Oh, no problem. Try. Come on. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു സാൻഡ്ര? പാടായിരുന്നു. വെള്ളത്തിൽ ഗോപുരം പണിയുക എന്നുള്ളത് കുറച്ച് ടഫാണ് അല്ലേ? വെള്ളം എപ്പോഴും വെള്ളത്തിനൊരു ഒരു ഉറപ്പ് കിട്ടൂല നമുക്ക്, അല്ലേ? വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും വെച്ച് അതിന്റെ ബാലൻസ് കറക്റ്റ് അല്ല എങ്കിൽ പെട്ടെന്ന് വീണു പോകും, അല്ലേ? എന്തു തോന്നി ശ്രീസമര്യം? ആശ്വാസം തോന്നി. ആശ്വാസം? അതെന്താണ് ആശ്വാസം? ഇടയ്ക്കൊന്ന് താഴെ പോകുന്നു വിചാരിച്ചു, പക്ഷേ പോയില്ല. ഓക്കെ, ഫ്ലോട്ട് ചെയ്ത് കിടന്നു എങ്കിലും നമ്മൾക്കൊരു പെർഫെക്ഷൻ കിട്ടി, കറക്റ്റായിട്ട് വെക്കാൻ പറ്റി. ആണോ?
ഓക്കെ. എന്തുപറ്റി? ഡെനിൻ ആൻഡ് ജോൺ വെച്ചു അല്ലേ? നന്നായിട്ട് വെച്ചു. ബട്ട് ഇവര് റെക്കോർഡ് ടൈമിലായിരുന്നു. ഗുഡ്. അപ്പോൾ അവസാനത്തെ ലെവൽ നമ്മൾ ഇവിടെ പൂർത്തിയാവുമ്പോൾ ടീം ബി ആണ് വിൻ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ടീം ബി ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റ് ആണ് കിട്ടുന്നത്? 150 പോയിന്റ്. യെസ്. ടീം ബി ഈ ലെവൽ അവസാനത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ് 150 പോയിന്റ്സ് ആണ്. സൂപ്പർ. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. അവസാനത്തെ ലെവലും തീരുമ്പോൾ നമ്മളുടെ ഈ എപ്പിസോഡിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കൊരിക്കൽ കൂടെ നമ്മുടെ പോയിന്റ്സ് എത്രയുണ്ടെന്ന് നോക്കാം. വെശാലക്കുടി നിത്യസഹായ മാതാ ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ജെനിൻ ഡേവിസും ജോൺ പോളും അടങ്ങിയിട്ടുള്ള ടീം എക്ക് ലഭിക്കുന്നത് 200 പോയിന്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. കാഞ്ഞിരപ്പള്ളി എളംകുളം സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ട്രീസ മരിയയും ആനി മരിയ ബിജുവും ചേർന്നിട്ടുള്ള ബി ടീമിന് ടീം ബിക്ക് ലഭിക്കുന്നത് 280 പോയിന്റ്സ് ആണ്. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. വൈക്കം ഉള്ളല സെന്റ് ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള സാൻഡ്ര സാബുവും സാവിയോ സാബുവും അടങ്ങിയിട്ടുള്ള ടീം സിക്ക് ലഭിക്കുന്നത് 50 പോയിന്റ് തന്നെയാണ്. എങ്കിലും മത്സരം നല്ല മത്സരമായിരുന്നു. നല്ല രസകരമായി പോയി. അത് ടീം ബിയുടെ സ്പെഷ്യാലിറ്റി ലെവൽ 4 വരെ ഇവർക്ക് പോയിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിയല്ലേ? 130 പോയിന്റ് കിട്ടിയപ്പോ ആശ്വാസമായത് അല്ലേ? അത്ഭുതകരമായി 4 ലെവൽ വരെ 0-ലായിരുന്ന ടീം ബി അങ്ങനെ 5ാമത്തെ ലെവലും 6ാമത്തെ ലെവലും വിൻ ചെയ്ത് മുന്നിലേക്ക് വന്ന് ഈ എപ്പിസോഡ് വിജയിയായിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി എളംകുളം സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ട്രീസ മരിയയും ആനി മരിയം ബിജുവും അടങ്ങിയിട്ടുള്ള ടീം ബി അങ്ങനെ അത്ഭുതകരമായി ഈ എപ്പിസോഡ് വിജയിയായിരിക്കുന്നു. ഒരിക്കൽ കൂടെ കൺഗ്രാറ്റുലേഷൻസ്. തിയോഫനി ബൈബിൾ ഗെയിം ഷോ വിജയികളെ കാത്തിരിക്കുന്നത് വിശുദ്ധനാട് തീർത്ഥാടനം. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by You Smart Travels Ernakulam. യെസ്, വിജയികൾക്കായിട്ട് ഗുഡ്നസ് ടിവി നൽകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻ. തിയോഫനി ഗെയിം ഷോയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ഇതേ സമയം പുതിയ കളിക്കാരും പുതിയ കളികളും പുതിയ പാട്ടുകളും പുതിയ കഥകളും ഉപമകളും ഒക്കെയായി ഞങ്ങൾ വീണ്ടും വരും. തിയോഫനി ഗെയിം ഷോ ഇത്തിരി നേരം ഒത്തിരി ചിന്ത. അതുവരേക്കും ഗുഡ് ബൈ. If you are ready, your time starts now.
എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ